ബിജുചേട്ടാ നമസ്കാരം. നമസ്കാരം. പണ്ട് മുതലേ നമ്മൾ പറയുന്ന ഒരു സബ്ജക്റ്റാണ് പാക് അധീന കശ്മീർ. കശ്മീരിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ചില ആൾക്കാർ വന്ന് കമന്റ് പറയുന്നുണ്ട്, ഓ അവന്മാര് തുടങ്ങി, അവന്മാരൊരു പാക് അധീന കശ്മീർ, ഇതെന്ന് തിരിച്ചു പിടിക്കുമെന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിൽ ഒരു ജലബോംബ് നമ്മൾ ഇട്ടു, അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒന്നും ഇതുവരെ നമുക്ക് വരുന്നില്ല. പക്ഷേ വരുന്നില്ല എന്നല്ല, നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നില്ല. പക്ഷേ ആ ജലബോംബ് പണി തുടങ്ങി. അവിടെ വലിയ പ്രശ്നമാണ്. ഈ സിന്ധ്, പഞ്ചാബ്, ഈ പ്രവിശ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടി തുടങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു കലാപത്തിന്റെ സ്വഭാവം അത് കാണിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് നമ്മൾ കൊടുത്തിരുന്നു. അതൊരു കലാപത്തിലോട്ട് തന്നെ സമ്പൂർണ്ണമായി മാറിയിരിക്കുന്നു. അപ്പുറത്തെ BLA എന്ന് പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബാം എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ തുടങ്ങിയിരിക്കുകയാണ്. പാകിസ്ഥാൻ പട്ടാളക്കാർ പൊട്ടിച്ചത്തുകൊണ്ടിരിക്കുകയാണ്. വസീറിസ്ഥാൻ അതിർത്തിയുമാരും മൊത്തത്തിൽ അടച്ചിരിക്കുകയാണ്. അങ്ങനെ പാകിസ്ഥാൻ സമ്പൂർണ്ണമായി ടൈറ്റായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഇന്ത്യ കഴിഞ്ഞ ദിവസം ഒരു മുന്നറിയിപ്പ് കൂടെ കൊടുത്തു പാകിസ്ഥാന് മാത്രമല്ല, ഇത് അമേരിക്കയ്ക്കും ട്രംപിനും എതിരെ കൂടെയാണെന്ന് ഞാൻ വ്യാഖ്യാനിക്കുന്നു. കാരണം ഐക്യരാഷ്ട്രസഭയിൽ സമാധാനത്തിനായിട്ടുള്ള ചർച്ചകൾക്ക് വന്നതാ. അപ്പോൾ ഇന്ത്യ പറഞ്ഞത് IMF എന്ന് പറയുന്ന സംഘടനയിലൂടെ ചില ലവന്മാർ ലോണ് മേടിച്ച് അവിടെ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നു, ലോണ് കൊടുക്കുന്നു. ആ കൊടുക്കുന്നത് തെറ്റ്, IMF-നുള്ളൊരു ഇതാക്കിയത്. ഇനി കൊടുക്കുന്നു, ശരി, ഇനി നിങ്ങൾ പറയുകയാണ് അയ്യോ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, ലോകരാജ്യമല്ലേ, തേങ്ങയാണ് വാങ്ങുകയാണെന്നൊക്കെ പറയല്ലേ, ഓക്കെ ശരി കൊടുത്തോ. ആ ലോണ് കൊടുക്കുന്നു, ഇത് വാങ്ങിച്ചുകൊണ്ട് ഇവന്മാര് മറ്റേ പരിപാടി കാണിക്കാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ IMF-നെ കൂടെ ചേർത്താണ് പറയുന്നത്, ഞങ്ങൾ അടിക്കും, നട്ടല്ലടിച്ചോടിക്കും എന്നാണ് കൃത്യമായിട്ട് ഇന്ത്യ പറഞ്ഞത്. ലോക രാജ്യങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയിൽ ഞെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് ഒറിജിനൽ ഞെട്ടലാണ് കേട്ടോ, ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞ ഞെട്ടലല്ല. ഞെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം അങ്ങനെ ഇന്ത്യ പറഞ്ഞു, ഇന്ത്യ ഇങ്ങനത്തെ ഒരു ഇന്ത്യ ആയിരുന്നില്ല എന്ന് ഇവര്, ഇങ്ങനത്തെ ഒരു ഇന്ത്യയല്ല, എന്റെ ഇന്ത്യ ഇങ്ങനെയല്ല എന്നാണ് പല ആൾക്കാരും ഇവൻ പാകിസ്ഥാൻ പോലും വിചാരിച്ചുകൊണ്ടിരുന്നത് എന്റെ ഇന്ത്യ ഇങ്ങനെയല്ലല്ലോ, ഞാൻ സാധാരണ എന്തെങ്കിലുമൊക്കെ അടിയൊക്കെ കൊടുത്താൽ മിണ്ടാതിരിക്കുന്ന ഒരു ഇന്ത്യയാണല്ലോ, അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം വേറൊരു വലിയൊരു വിഷയം ഉണ്ടായി. ഇവന്മാരുടെ ഒരു ന്യൂക്ലിയർ വെപ്പൺ അവിടെ പരീക്ഷിച്ചു. പക്ഷേ നമ്മുടെ ഭാഗ്യമാണെന്ന് തോന്നുന്നു, അത് യുവമാര് പരീക്ഷിക്കാനായിട്ട് പറത്തി വിട്ടതും യുവമാരെ തലേ കൂടെ തന്നെ അത് വന്ന് വീണു. പൊങ്ങിയില്ല, പൊങ്ങുന്നുമ്പേ അത് വന്ന് താഴെ വീണു. വലിയൊരു പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് അത് അവിടെ പൊട്ടിത്തെറിച്ചു. അപ്പോ അവിടെയുള്ള ജനങ്ങളൊക്കെ വിചാരിച്ചത് ഇന്ത്യ വീണ്ടും മിസൈൽ പ്രയോഗിച്ചു എന്നാണ് ജനങ്ങളൊക്കെ വിചാരിച്ചത്. അപ്പം സമ്പൂർണ്ണമായിട്ട് തകർന്നെറിഞ്ഞ് പണ്ടാരം അടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോ യുവമാര് പറയുകയാണ്, എന്ത് ചർച്ചയ്ക്കും തയ്യാറാണ്, ഞങ്ങൾ എന്ത് ചർച്ചയ്ക്കും തയ്യാറാണെന്ന് പറയുകയാണ്, എന്ത് ചർച്ചയ്ക്കും. അപ്പൊ ഇന്ത്യ സ്വാഭാവികമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ വെള്ളം വാങ്ങി വെച്ചേരെ, ഉറപ്പായിട്ടും നമ്മൾ ഇത് തരില്ല, എന്തോന്ന് സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ല, അത് നോക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ സമാധാനം എന്ന് പറഞ്ഞ് വരുന്നതിന് മുമ്പേ ഭീകരവാദം നിർത്തണം, ഭീകരവാദം നിർത്തിയിട്ട് ചർച്ചയുള്ളൂ, അല്ലാതെ ഇനി ചർച്ചയേ ഇല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചർച്ചയ്ക്കായിട്ട് വരണ്ട. ഇന്ന് ഷെരീഫ് വലിയൊരു കുറിപ്പ് തന്നെ അടിച്ചിറക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ മാനസികമായിട്ട് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്, എന്റെ ഹൃദയത്തിനകത്ത് കയറി പറയുകയാണ്, എപ്പോഴും പറയുന്നത് പോലെയല്ല, പിന്നിൽ നിന്ന് കുത്തില്ല, കാല് പിടിക്കുന്ന അവസ്ഥയിലാണ് പറയുന്നത് പുള്ളി. കാരണം പുള്ളിക്ക് അവിടെ നിക്കക്കളിയില്ല. അസീമുനീർ ഒരു സൈഡിൽ നിന്ന് ചരട് വലിക്കുന്നു, ജനങ്ങൾ അവിടെ പ്രതിഷേധത്തിൽ. അപ്പൊ ഇപ്പൊ പറയാണ് എന്ത് ചർച്ചയ്ക്കും റെഡിയാണ്. അപ്പൊ ഇന്ത്യ പറഞ്ഞിരിക്കുകയാണ്, ഇനി ചർച്ച മോനെ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, അത് പാക് അധീന കശ്മീരിന്റെ കാര്യത്തിലാണ്. തിരിച്ചു വരാൻ സമയമായോ നമ്മുടെ പാക് അധീന കശ്മീർ? സ്വാഭാവികമായിട്ട് ഇപ്പൊ ചോദിച്ചാൽ മതി തരും, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലെ, പാകിസ്ഥാനെ സംബന്ധിച്ച് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ മിസൈലുകൾ കൊടുത്ത പണിയേക്കാളും അവർക്ക് ആത്യന്തികമായി പണി കിട്ടിയത് ഈ സിന്ധു നദീജല കരാർ റദ്ദ് ചെയ്തത് കൊണ്ടാണ്. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ ഏറ്റവും, പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ ഈ സിന്ധ് പഞ്ചാബ് പ്രവിശ്യയാണ് അവരുടെ സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത്. കാർഷിക മേഖലയാണ്, അത്യാവശ്യം പൈസ ഉള്ളവന്മാരും ഒക്കെ കിടക്കുന്ന സ്ഥലവും അവിടെ തന്നെയാണ്. അപ്പൊ അവിടെ ഒരു വലിയ ജല കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു, അവിടുത്തെ കൃഷി നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം, കുടിവെള്ളം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ, കേരളത്തിൽ തന്നെ കുടിവെള്ളം ഈ വേനൽക്കാലത്തൊക്കെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എന്തുമാത്രം പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു വലിയ സ്രോതസ് നിന്നുപോയി കഴിഞ്ഞാൽ, അത് കുടിവെള്ളം പൈപ്പിൽ കൂടെ കിട്ടാഞ്ഞിട്ട് ഇവിടെ നടക്കുന്ന പ്രതിഷേധമാണ്. പൈപ്പിൽ നമ്മൾ രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ കോർപ്പറേഷന്റെ വെള്ളം ഒരു 10 മിനിറ്റ് വൈകിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ കോർപ്പറേഷന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളിക്കും, നമ്മൾ അവിടെ ഇരുന്ന് പ്രതിഷേധം ഇറങ്ങും. അവിടുത്തെ MLA നമ്മൾ വിളിക്കും, കൗൺസിലറെ നമ്മൾ വിളിക്കും. ഇപ്പൊ അങ്ങനെയുള്ള ഇടത്ത് ഒരു മേഖലയിൽ മുഴുവൻ വെള്ളമില്ലാതെ വരുന്നൊരു വലിയ പ്രതിസന്ധി തന്നെയാണ് അവർക്ക് ഉണ്ടാക്കി വെക്കുന്നത്. അതിനെതിരെ വലിയ പ്രതിഷേധം അവിടെ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. അതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സൊല്യൂഷൻ ഒന്നുമില്ല. ചർച്ച നടത്തി കാലെ പിടിച്ച് ഇന്ത്യ പറയുന്ന ഒരു ഡിമാൻഡ് അംഗീകരിക്കുകയെങ്കിൽ ചിലപ്പോൾ അതിനൊരു സൊല്യൂഷൻ, അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം ഇതും കൊണ്ട് ലോകബാങ്കിന്റെ അടുത്ത് ചെന്നിരുന്നു, നിങ്ങൾ ഇടപെടണം. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാനൊന്നും ഇല്ല, അതിന്റെയൊക്കെ കാലം കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പം മറ്റൊരു പലർത്തും നിന്നിട്ട് അവരാരും ഇതിനകത്ത് ഇടപെടാൻ തയ്യാറാകില്ല. അതായത് ഒരാള് പോലും ഇതിനകത്ത് ഇടപെടാൻ തയ്യാറല്ല. അവസാനം ഇവർക്ക് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇന്ത്യയെ ചർച്ച നടത്തണം. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഭീകരവാദത്തെ കുറിച്ച് നമുക്ക് ചർച്ച നടത്താം.
നിങ്ങൾ അതിനെ നിർത്തുന്നതിനെ കുറിച്ച്, നിങ്ങൾ അവിടെ ഇപ്പൊ എന്തൊക്കെ നടപടികൾ എടുത്തുന്നതിനെ കുറിച്ച് ചർച്ച നടത്താം. രണ്ടാമത്തെ ചർച്ച ഇനി പാക് അധിനിവേശ കാശ്മീർ എന്ന് തരും, അതാണ് എടുത്തു പറഞ്ഞത്, എന്ന് തരും എന്നുള്ളതിനെ കുറിച്ചാണ്. അതെ അതെ അതെ. കഴിഞ്ഞ ദിവസം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, നമ്മുടെ ഐക്യരാഷ്ട്രസഭയിലെ സുരക്ഷാ കൗൺസിൽ യോഗം നടക്കുമ്പോൾ അവിടെ ഒന്ന് രണ്ട് കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ ഇന്ത്യ വരുത്തുകയുണ്ടായി. എനിക്ക് വളരെ സന്തോഷകരമായി തന്നെ തോന്നിയത്. കാരണം അവിടെ ഈ പ്രസംഗിക്കാൻ എഴുന്നേറ്റ നമ്മുടെ അമേരിക്കയുടെ പ്രതിനിധി, അവരുടെ അംബാസഡർ UN സുരക്ഷാ കൗൺസിലിൽ പറഞ്ഞ കാര്യം, ഇറാൻ ഇസ്രായേൽ യുദ്ധം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, മറ്റൊരു രാജ്യത്തിന്റെ പേരോട് അങ്ങനെ മറ്റൊരു ഏതോ ഒരു ആഫ്രിക്കൻ രാജ്യത്തിനാണ്, ഇവിടങ്ങളിലൊക്കെ സംഘർഷം അവസാനിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ കൊണ്ടാണ്. ഇന്ത്യയുടെയൊക്കെ സംഘർഷം ഞങ്ങളാണ് ഇടപെട്ടത് എന്ന് പറഞ്ഞു. അതിന് മറുപടിയുമായി സംസാരിച്ചത് നമ്മുടെ പ്രതിനിധി പർവതേനി ഹരീഷ് എന്ന് പറയുന്ന ഇന്ത്യൻ പ്രതിനിധി ഐക്യരാഷ്ട്രസഭയെ പറഞ്ഞത്, ഞങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി ഇത് കേൾക്കുന്നുണ്ട്, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അമേരിക്ക ഇടപെട്ടാണ് നിർത്തിയത്, അതിനുവേണ്ടി ഞങ്ങൾക്ക് എന്തോ വലിയ വ്യാപാരങ്ങളൊക്കെ അവർ തരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ പറയട്ടെ, ഈ സംഭവം നടക്കുമ്പോൾ, അതായത് ഞങ്ങളുടെ വലിയ തിരിച്ചടിയിൽ ഭയന്ന പാകിസ്ഥാൻ അമേരിക്കയെ വിളിക്കുകയും ഇതെങ്ങനെങ്കിലും വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണ്, ഇതൊന്നും നിർത്തിത്തരണമെന്ന് പറയുകയും ചെയ്തു. തുടർന്ന് അമേരിക്കയോട് തങ്ങൾ പറഞ്ഞത്, ഞങ്ങൾക്കൊരു നിലപാടുണ്ട്, അതിൽ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ രാജ്യത്തിന്റെ നിലപാട്, അത് ഞങ്ങൾ തുടരുകയും ചെയ്യും, ഒരു ഇടനിലക്കാരൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇനി അവർ ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളെ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ പറ്റുന്നതാണെങ്കിൽ കേൾക്കും എന്ന് പറഞ്ഞു. അതുമാത്രവുമല്ല, അത് പറഞ്ഞു ഞങ്ങൾ തൽക്കാലം വെടിനിർത്തി, പക്ഷെ ഇനിയും അവിടെ തീവ്രവാദം വന്നാൽ ഞങ്ങൾ അടിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവും അതിനില്ല എന്ന് ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞു. അതായത് ട്രംപിന് കൃത്യമായ മറുപടിയാണ് കൊടുത്തത്. നിങ്ങൾ ഇടപെട്ടിട്ടാണ് എന്നാണ് നിങ്ങളിപ്പോ പറയുന്നത്, അത് ഞങ്ങൾ ആരെ ഇടനില വെച്ചിട്ടില്ല, ഇനിയും അവന്മാർ തലമുക്കെ ഞങ്ങൾ അടിക്കും, അതല്ലാതെ വേറൊരു കാര്യവുമില്ല എന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ ഈ POK വീണ്ടും ചർച്ചയാകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ ഖൈബർ പക്തൂൺ മേഖലയിൽ ഉള്ള ടെററിസ്റ്റുകൾ, അതായത് പാകിസ്ഥാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുന്ന തെഹ്രീക്കെ താലിബാനും മറ്റുമൊക്കെ ഇപ്പോൾ അവരുടെ ഏരിയ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് ഇച്ചിരി വിപുലീകരിച്ചിട്ട് അവർ ചില ബ്രാഞ്ചുകളൊക്കെ പാക് അധിനിവേശ കാശ്മീരിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ചില വിവരങ്ങൾ, ചില സോഴ്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പാക് അധിനിവേശ കാശ്മീർ മറ്റൊരു ബലൂചിസ്ഥാനായി മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഓൾറെഡി പാക് അധിനിവേശ കാശ്മീരിൽ അവിടെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയോട് ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ബലൂചിസ്ഥാൻ പോലെയല്ല. ബലൂചിസ്ഥാൻ എന്ന് വെച്ചാൽ അവർക്ക് സ്വതന്ത്രമാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവര് പറയുന്നത് ഇവരും സ്വതന്ത്രമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്, ഒപ്പം തന്നെ ഇന്ത്യയോടൊപ്പം ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവിടത്തേക്കാണ് ഇവര് ഈ പുതിയ, അതായത് പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ ഇവിടെ പുതിയ ബ്രാഞ്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പോ എന്ത് പറ്റും? ഇന്ത്യ മുൻപ് പറഞ്ഞിരുന്നു, രാജ്നാഥ് സിംഗും അമിത്ഷായും ഒക്കെ മുമ്പ് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഒരു തുള്ളി രക്തം ചീന്താതെ അത് ഇങ്ങോട്ട് വരും, അതിന് സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ബലൂചിസ്ഥാൻ പോലെ, ഖൈബർ പക്തൂൺ പോലെ പാക് അധിനിവേശ കാശ്മീരിൽ ഇപ്പോൾ നിലവിൽ തന്നെ അനവധി പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു സായുധ കലാപത്തിന്റെ രീതിയിലേക്ക് മാറുന്നു. അതായത് പാകിസ്ഥാനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് എന്തൊക്കെയാണോ പിടിച്ചു വെച്ചത്, ബലൂചിസ്ഥാൻ പണ്ട് അവർ ചതിയിലൂടെ പിടിച്ചു വെച്ചത് ആണ് അവർക്ക് ഇന്ന് തലവേദനയായി മാറിയിരിക്കുന്നത്. അതുപോലെ അവർ പിടിച്ചു വെച്ച പാക് അധിനിവേശ കാശ്മീർ അവർക്ക് വലിയ തലവേദനയായി മാറുന്നു. പക്ഷെ ബലൂചിസ്ഥാൻ പോലെയല്ല. പാക് അധിനിവേശ കാശ്മീർ അവരെ സംബന്ധിച്ച് വലിയ വേദനയൊന്നും ആവശ്യമില്ല. അത് വിട്ടുപോകുന്നത് കൊണ്ടോ ഇല്ലെങ്കിൽ അത് ഇന്ത്യ ഏറ്റെടുക്കുന്നുണ്ടോ അവർക്ക് വലിയ ഒരു വിഷമത്തിന്റെ കാര്യമില്ല. അപ്പോ അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിർബന്ധിതമായിരിക്കുന്നത്, ഒരു വലിയ ചർച്ചയ്ക്ക് നിർബന്ധിതമായിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഇപ്പോൾ ഈ സിന്ധു നദീജല കരാറിന്റെ ഒരു വിട്ടുവീഴ്ച ചെയ്തേ മതിയാകും. ഒപ്പം തന്നെ പാക് അധിനിവേശ കാശ്മീരിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സംഘർഷം, അതിപ്പോ അവർ ഇടപെട്ടാലും ഇടപെട്ടില്ലെങ്കിലും അതിന്റെ ആത്യന്തികമായ നേട്ടം കൊയ്യുന്നത് ഇന്ത്യ തന്നെയായിരിക്കും. അതിന് കളമൊരുങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് നമ്മൾ ഇരിക്കുമ്പോൾ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, തായ്ലൻഡും കംബോഡിയയുമായിട്ട് ഏറ്റുമുട്ടൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തായ്ലൻഡും കംബോഡിയയുമായി ഏറ്റുമുട്ടുമ്പോൾ അത് വെറും രണ്ട് രാജ്യങ്ങൾ എന്ന രീതിയിൽ കാണരുത്. ലോക രാജ്യങ്ങളെല്ലാം രണ്ട് ഭാഗത്തും അണിനിരക്കുന്ന ഒരു യുദ്ധമായിട്ട് അത് മാറും. ഓൾറെഡി തായ്ലൻഡിന്റെ ഒരു സംരക്ഷകരായിട്ട് നിലകൊള്ളുന്ന ഒരു രാജ്യം അമേരിക്കയാണ്. അപ്പൊ സ്വാഭാവികമായി അവരതിൽ ഇടപെടാൻ സാധ്യതകൾ കൂടുതലാണ്. ഈ ഒരു സാഹചര്യത്തിലേക്ക് അവിടെ ആ ഒരു മേഖലയിൽ അടക്കം, അതായത് തായ്വാനിലടക്കം ആക്രമണം നടത്താൻ കാത്തിരിക്കുന്ന ചൈന ഒരു ഭാഗത്തുണ്ട്. ഈ ഇന്നലെ തുർക്കിയിൽ വെച്ച് നടന്ന റഷ്യ ഉക്രൈൻ വാറിന്റെ ചർച്ച, വെടിനിർത്തൽ ചർച്ച എങ്ങും എത്തിയില്ല. വീണ്ടും അവർ പഴയതുപോലെ രണ്ടു കൂട്ടരും ഏറ്റുമുട്ടൽ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനിടയിൽ നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം അടക്കം ഒരുപാട് മാധ്യമങ്ങൾ നൽകിയ ഒരു വാർത്തയുണ്ട്. അമേരിക്കയുടെ ഒരു വാർഷിപ്പ് ഇറാന്റെ കടലിടുക്ക്, ഇറാന്റെ ജലാതിർത്തി കടന്നു. ഇറാൻ അവരുടെ ഹെലികോപ്റ്റർ കൊണ്ടുവന്നിട്ട് അതിന് വാണിംഗ് കൊടുത്തു. രണ്ടു കൂട്ടരും വാണിംഗ് കൊടുത്തു എന്നാണ് സ്പുട്നിക് റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യൻ മാധ്യമം സ്പുട്നിക് അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ പറയുന്നത് ഇറാന്റെ
അവര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു മുന്നറിയിപ്പ് നൽകാൻ വന്നതാണ്, ഞങ്ങളുടെ വ്യോമസേനയുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളെ ആക്രമിക്കും, നിങ്ങൾ പിൻവാങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ അമേരിക്ക പറഞ്ഞത്, ഞങ്ങളെ ഉം. ആക്രമിച്ചാൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് തിരിച്ചടിക്കും, അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോ എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. അമേരിക്ക ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യവുമായി മുൻപോട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷെ ഇറാൻ, അവരുടെ റവല്യൂഷണറി ഗാർഡ് പറയുന്നത്, ഞങ്ങൾ പറഞ്ഞത് മൂലം അമേരിക്ക പിൻവാങ്ങിയെന്ന് പറഞ്ഞു. പിൻവാങ്ങിയോ ഇല്ലയോ എന്നറിയില്ല. പക്ഷെ എന്തുകൊണ്ട് അമേരിക്ക അങ്ങനെ അവിടെ ഇറാന്റെ കടലതിർത്തി കടന്നു, ഒമാൻ തീരത്തുള്ള കടലിന്റെ അതിർത്തി കടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. കാരണം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നൊരു വിഷയമുണ്ട്. യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണെങ്കിൽ ഹോർമുസ് കടലെടുക്ക് ഇറാൻ ബ്ലോക്ക് ചെയ്യും. ഹോർമുസ് കടലെടുക്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തെമ്പാടുമുള്ള എണ്ണ സപ്ലൈ നിന്നു പോകും. കാരണം ചരക്ക് ഗതാഗതം താറുമാറാകും, കപ്പലുകൾ വരാതാകും. അപ്പൊ അതൊരു യുദ്ധം ഭാവിയിലേക്ക് കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ അത് അധികം വൈകാതെ ഒരു സംഘർഷം അവിടെ നടക്കും. അതുകൊണ്ട് ഈ കടലെടുക്കിന് എന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആകണം ഒരുപക്ഷെ ഈ പറയുന്ന വാർഷിപ്പുകൾ അങ്ങോട്ട് നീങ്ങിയത് എന്ന് നമുക്ക് കരുതേണ്ടി വരും. അല്ല എങ്കിൽ ചുമ്മാതിരിക്കുന്നിടത്തേക്ക് അമേരിക്ക ഒരു വാർഷിപ്പും തള്ളിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. അപ്പൊ അതൊരെണ്ണം. അതെ. ഇത് ഇങ്ങനെ നിൽക്കുന്നു അവിടുത്തെ സംഘർഷം. അങ്ങനെ ഒരു സംഘർഷാത്മകമായ സാഹചര്യം ഇപ്പോൾ നിലവിൽ വേറൊരിടത്തേക്ക് അടിപൊട്ടി. അതായത് തായ്ലൻഡിനും കംബോഡിയയ്ക്കിടയൊക്കെ ഇപ്പോൾ ഞാനിപ്പോ ഈ ചർച്ചയ്ക്ക് വന്ന് ഇരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കണ്ടത് 20 പേർ കൊല്ലപ്പെട്ടു, സൈനികർ ഉൾപ്പെടെ 20 പേർ കൊല്ലപ്പെട്ടു. അത് ചെറിയ കാര്യമല്ലത്. അതിർത്തികളിൽ വെടിവെപ്പ് നടക്കുന്ന അതൊരു യുദ്ധത്തിലേക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. അത് യുദ്ധത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അമേരിക്ക സംബന്ധിച്ച് ഇപ്പോൾ ഒരു യുദ്ധം തീർക്കാൻ പോയ എന്താണ് ട്രംപ് ഇപ്പോൾ അനവധി യുദ്ധത്തിലേക്ക് നീങ്ങുന്നുവെന്നുള്ളത്. ഒന്ന് പിന്നെ ഈ പറയുന്ന ഇറാൻ അമേരിക്ക ഇപ്പൊ നേരിട്ട് ഏറ്റുമുട്ടുന്ന അവസ്ഥയിൽ വന്നു. ആദ്യം ഇസ്രയേലും ഇറാനും തമ്മിലായിരുന്നു, അത് കോംപ്രമൈസ് ആക്കി സെറ്റാക്കാൻ പോയി. അവസാനം ഇപ്പൊ അമേരിക്ക ഇറാനും തമ്മിൽ അടിക്കുന്ന നിലയിലേക്ക് എത്തി. റഷ്യ ഉക്രൈൻ വാറിലേക്ക് നിൽക്കുന്നു. ഇതിനിടയ്ക്ക് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നിൽക്കുന്നു, തായ്വാൻ ചൈന സംഘർഷം നിൽക്കുന്നു, ഇപ്പോഴിതാ കംബോഡിയ തായ്ലൻഡ് സംഘർഷം തുടങ്ങിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലേക്കാണ് ഇവിടെ എല്ലാം അമേരിക്കക്ക് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. നമുക്ക് പിന്നെ പാകിസ്ഥാന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി നമ്മളുടെ ഇത് വരുന്നത്. പിന്നെ നമ്മുടെ ചൈന എന്ത് നീക്കം, ഇപ്പോഴത്തെ അവസ്ഥ ചൈനയ്ക്ക് പിന്നെ അത് വേണ്ട, അവർക്ക് തായ്വാനെ മാത്രം ലക്ഷ്യം വെച്ച് പോവുക എന്നുള്ളതാണ്. പക്ഷേ റഷ്യക്കാണെന്നുണ്ടെങ്കിൽ ഉക്രൈനെ നോക്കുക എന്നുള്ളതാണ് അവരുടെ പ്രാഥമിക ലക്ഷ്യം. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ച് അങ്ങനെയാണോ? ഈ അമേരിക്കയ്ക്ക് ആദ്യം ഗസയിലെ നോക്കണം, ഇറാനുമായിട്ടുള്ള സംഘർഷം നോക്കണം, ഉക്രൈനെ നോക്കണം, തായ്വാനെ രക്ഷിക്കണം, അതിനിടയിൽ പാകിസ്ഥാനെ രക്ഷിക്കണം, അതിനിടയിൽ ഇപ്പോൾ തായ്ലാന്റിനെ രക്ഷിക്കണം. അങ്ങനെ 6 യുദ്ധമുഖമാണ് നിലവിൽ അമേരിക്ക തുറന്നിരിക്കുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ 1-2 യുദ്ധമുഖങ്ങൾ മാത്രമേ തുറക്കേണ്ടതായിട്ട് വന്നുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബംഗ്ലാദേശിലും ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അവിടുത്തെ ടെറർ ഗ്രൂപ്പുകളും മറ്റുമൊക്കെ, അവിടുത്തെ പട്ടാളത്തിന്റെ ഭാഗത്തുനിന്നല്ല, ടെറർ ഗ്രൂപ്പുകളും മറ്റും നീക്കം നടത്തുന്നു. പാകിസ്ഥാൻ ചില നീക്കങ്ങളുടെ ഭാഗമായി തന്നെ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ഒക്കെ ആസ്ഥാനങ്ങൾ മറ്റുള്ളതൊക്കെ പലതും മാറ്റുന്നു. ഇതിനിടയിൽ ആണ് ഇപ്പോൾ പാക് അധിനിവേശ കാശ്മീർ മറ്റൊരു ബലൂചിസ്ഥാൻ ആകാനുള്ള ഒരു പരിപാടിയുമായി മുമ്പോട്ട് പോകുന്നു. ഇതെങ്ങനെ കലങ്ങി മറിയുന്നു. പക്ഷെ ഇനി ഒരു യുദ്ധം, ഇത് ഇങ്ങനെ ഒരു നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു വാറിലേക്കാണ് കാര്യം പോകുന്നതെങ്കിൽ ഡെഫിനറ്റ് പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കേണ്ട സ്വാഭാവികമായി കടന്നു വരും. കാരണം ഇനി ഇന്ത്യൻ സേന കടന്നു കയറുകയാണെങ്കിൽ ഉറപ്പായിട്ട് പാക് അധിനിവേശ കാശ്മീരിൽ തന്നെ ആയിരിക്കും കടന്നു കയറുക. കാരണം പാക് അധിനിവേശ കാശ്മീർ ഫുള്ള് നമുക്ക് കിട്ടിയിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാരണം അത് ഫിൽട്ടർ ചെയ്യേണ്ട അനിവാര്യമായ ഘടകമാണ്. അതിൽ തീവ്രവാദികളും പാകിസ്ഥാനെ അനുകൂലിക്കുന്നവരും ഒക്കെ ഉണ്ട്. അതിൽ ഇപ്പം നമ്മളെ അനുകൂലിക്കുന്ന ഒരു വിഭാഗമുണ്ട്, മറ്റേ വിഭാഗമുണ്ട്. അതിൽ ആ ഒരു വിഭാഗമുണ്ട്. പിന്നെ ചൈന ഈ അവസരത്തിൽ കാരണം അവരുടെ നിർണായകമായ റോഡ്, ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി പോകുന്നത് ആ ഒരു വഴിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ ഏതായാലും അധികം വൈകാതെ ഒന്നുകൂടെ സ്റ്റാർട്ട് ആകും എന്ന് തന്നെയാണ് സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പാകിസ്ഥാൻ അവരുടെ വ്യോമപാത വീണ്ടും കുറച്ചു നാളത്തെ കൂടെ അടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോട്ട കൊടുത്തിട്ടുണ്ട്, നോട്ടീസ് ദ എയർമാൻ എന്ന് പറയുന്ന ഒരു നോട്ടീസ് ഇപ്പോഴും അവർ നിലനിർത്തിയിരിക്കുകയാണ്, നീട്ടിയിട്ടുണ്ട്. ഇന്ത്യയും നീട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം. അത് മാത്രവുമല്ല, ഇന്ത്യയുടെ കുറെ ആർട്ടിലറികളും വെപ്പൺസും ഒക്കെ കൂടുതലായിട്ട് ഇപ്പൊ അതിർത്തിയിലേക്ക് വിന്യസിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. അതിനർത്ഥം അധികം വൈകാതെ ഒരു പണി നടക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെയാണ്. അതിന് കാരണങ്ങൾ പലതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് മുനീർ ഏത് നിമിഷവും അധികാരം പിടിക്കുന്നു. മുനീർ അധികാരം പിടിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു വീരത്വം അല്ലെങ്കിൽ വീരശൂര പരാക്രമം കാണിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം മുനീറിനെ സംബന്ധിച്ച് അവരുടെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു വീരനല്ല, പകരം ഒരു പരാജയപ്പെട്ട സൈനിക മേധാവിയാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ എവിടെങ്കിലും ഒരു പണി നടത്തി താനൊരു വീരനും ശൂരനുമാണ് എന്ന് അദ്ദേഹത്തിന് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മൂവ്മെന്റ് നടക്കുന്നു. ഈ ഷഹബാസ് ഷെരീഫ് പറഞ്ഞതിനൊന്നും വലിയ വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം ഒരു പാവയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പോലും അവിടെ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഒന്നുമില്ല. അപ്പോ ഈ മുനീർ ഇങ്ങനെ ഒരു നീക്കം നടത്തുമെന്ന് ഇന്ത്യ കരുതുന്നു. ഒപ്പം തന്നെ ബംഗ്ലാദേശിലും സമാനമായ രീതിയിൽ അവിടുത്തെ തീവ്രവാദികളും മറ്റും. ഇനി അറിയേണ്ട ഒരു കാര്യം, ബംഗ്ലാദേശിൽ പട്ടാളം ഭരണം ഉടൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട ഒരു നീക്കം. അതായത് നമ്മുടെ ചുറ്റോട് ചുറ്റും അടി നടക്കുന്നുണ്ട്, ലോകത്തിന്റെ പല ഭാഗത്തും അടി നടക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബൈബിളിന്റെ വരികളുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഒരുപാട് പേര് പറയുന്നത് ലോകാവസാനത്തിലേക്ക് നീങ്ങുന്ന ഒരു വലിയ വാറ് വരുന്നു. കാരണം ബൈബിളിൽ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അവരതിനകത്ത്
ഓരോ ഭാഗങ്ങൾ വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ പറയുന്ന ഈ ഇസ്രായേലില് ചുവന്ന പശുവിന്റെ ഒരു യാഗം നടത്തുകയുണ്ടായി. ചുവന്ന പശുവിന്റെ യാഗം നടത്തിയാൽ അതിന്റെ അർത്ഥം അതിനുശേഷം അവർ ജെറുസലേം വീണ്ടെടുക്കുന്നു, അവിടെ ഒരു വലിയ ദേവാലയത്തിന്റെ പണികളിലേക്ക് നീങ്ങുന്നു, ആ ദേവാലയം വീണ്ടെടുക്കുന്നു എന്നൊക്കെയാണ് അത് പറയുന്നത് ഒരു യുദ്ധത്തിൽ. എനിക്ക് തോന്നുന്നത് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും ഇപ്പോഴത്തെ പൊളിറ്റിക്സും നീക്കങ്ങളും വെച്ച് നോക്കുമ്പോൾ സത്യമാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമുക്കിപ്പോ അത് ഒരു വിശ്വാസമാണ്. ഇപ്പൊ നമുക്കൊരു ആധികാരികത എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഇപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളും ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളും ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണെന്ന് പറയേണ്ടി വരും. അപ്പം രണ്ടും ആയിക്കോട്ടെ, അത് രണ്ടും ആയിക്കഴിഞ്ഞാൽ പക്ഷെ അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതൊരു വലിയ യുദ്ധമാണ്. അതിന്റെ വേദി പശ്ചിമേഷ്യ മാത്രമായിരിക്കില്ല, യൂറോപ്പ് അതിന്റെ ഒരു പ്രധാന വേദിയായി മാറും. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സേഫ് ആണ് എന്ന് പറയാമെങ്കിൽ പോലും നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല, പക്ഷെ നമുക്കും അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നെ അറിയാമല്ലോ, യുദ്ധം ഇത് കൊടുമ്പിരി കൊണ്ട സാധാരണ റഷ്യ ഉക്രൈൻ വാർ പോലെയൊന്നും അല്ല ഇത്. കാരണം നമ്മളുടെ സാമ്പത്തിക രംഗം, ലോക രാജ്യങ്ങളുടെ സാമ്പത്തിക രംഗം വളരെ പിന്നാക്കം പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.